ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം എടുക്കാനിരിക്കുന്ന ഒരു വാക്ക്, പരിശുദ്ധാത്മാവ് പ്രേരണ തന്നെ ഒരു വാക്ക്. എഫേസ്യക്കാർക്ക് എഴുതിയ 6-ാം അധ്യായം, എഫീഷ്യൻസ് ചാപ്റ്റർ 6, അതിൻ്റെ 24-ാമത്തെ വാക്യം, അവസാനത്തെ വാക്യം, 24-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷമയായി സ്നേഹിക്കുന്ന ഏവരോടും കൂടെ കൃപ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. സന്തോഷത്തോടെ വായിക്കേണ്ടതും കേൾക്കേണ്ടതുമായിട്ടുള്ള ഒരു വചനമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗ്രേസ് ബി വിത്ത് യു ഓൾ ദോസ് ഹു ലവ് our Lord Jesus Christ in sincerity. ഒരു വേർഷൻ പറയുന്നു, ഗ്രേസ് ടു ഓൾ our Lord Jesus Christ with an undying love. ആമേൻ. ഒരിക്കലും കത്തല് പോകാത്ത സ്നേഹം കൊണ്ട് യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് കൃപ വ്യാപരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹം കൊണ്ട് യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് കൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ഇതിനേക്കാളും എല്ലാം നീ എന്നെ സ്നേഹിക്കുന്നോ? ഹല്ലേലൂയ. അത് മനസ്സിൽ വെച്ചോണ്ട് തുടർച്ചയായിട്ട് കേൾക്കണം ഇത്. ഹല്ലേലൂയ. ഇന്ന് യേശുവിനെ സ്നേഹിക്കുവാൻ കർത്താവ് നമുക്ക് ഒരു പ്രത്യേക കൃപ തരാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനു മുമ്പ് സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷേ അതിനെക്കാട്ടും അധികമായിട്ട് സ്നേഹിക്കുവാൻ കർത്താവ് ഒരു കൃപ തരാൻ പോകുക. ആമേൻ. ഇന്നൊരു വാക്കിന് അല്ലെങ്കിൽ ടോക്കിന് ഒരു ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ ഡിയർ ലവേഴ്സ്. ആമേൻ. ഹല്ലേലൂയ. യേശു നമുക്കൊരു എഴുത്തെഴുതുക, ഡിയർ ലവേഴ്സ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യേശുവിനെ സ്നേഹിക്കുന്നവർക്കെല്ലാം യേശു ഡിയറാ. യേശുവിനെ സ്നേഹിക്കുന്നവർക്കെല്ലാം ദൈവം ഹല്ലേലൂയ ഡിയർ എന്നാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഡിയർ ലവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യേശുവിനെ സ്നേഹിക്കുന്നവർക്കും ആ സ്നേഹം അന്യോന്യം പങ്കുവെക്കുന്നവരെയും സ്വർഗം വിളിക്കുന്നത് ഡിയർ. പ്രൈസ് ദി ലോർഡ്. ഡിയർ ലവേഴ്സ്. ഇന്ന് ഡിയർ ലവേഴ്സിനാണ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ദൈവം ഹല്ലേലൂയ സംസാരിക്കാൻ പോകുന്നത്. ആമേൻ. ഡിയർ ലവേഴ്സിന്റെ അകത്ത് ഒരു സൂപ്പർ നാച്ചുറൽ റിലീസ് കർത്താവ് റിലീസ് ചെയ്യാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ട് ദേവദാസന്മാരായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ഇങ്ങനെ കൈ നീട്ടുന്ന കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഡിയർ പീപ്പിളിനോട്ട് കർത്താവ് റിലീസ് ചെയ്യാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഏതാണ്ട് റിലീസ് ചെയ്യാൻ പോകുക. Praise the Lord. Hallelujah. ആകാംക്ഷയോടെ പ്രത്യാശയോടെ കേട്ടോ, the Lord is about to release something new and supernatural to those who love him. Hallelujah. Amen. Praise the Lord. No eye has seen, no ear has heard, no mind has conceived what the Lord has prepared to those who love him. He will reveal it to us through the Holy Spirit. Hallelujah. കണ്ണുകൾ കണ്ടിട്ടില്ല, കാതുകൾ കേട്ടിട്ടില്ല, മനസ്സ് ഗ്രഹിച്ചിട്ടില്ല, അവനെ സ്നേഹിക്കുന്നവർക്ക് അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് അത് പരിശുദ്ധാത്മാവിനാൽ ഇന്ന് പകൽക്കാലം നമുക്ക് വെളിപ്പെടുത്തുന്ന പോകുക. Praise the Lord. Hallelujah. Amen. Praise the Lord. Hallelujah. അതൊരു നല്ല സ്ഥലമാണ്. ഒരു കണ്ണും കണ്ടിട്ടില്ല എന്ന് എത്ര പേര് ഇവിടെ ഉണ്ട്? എന്നെ ആരും കാണുന്നില്ലല്ലോ. ഒരു കാതും കേട്ടിട്ടില്ല എന്ന് എത്ര പേര് ഇവിടെ ഉണ്ട് പറയുന്നത്? ആരും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ, എൻ്റെ പ്രശ്നം മനസ്സിലാകുന്നില്ലല്ലോ. ഒരു മനസ്സും ഗ്രഹിച്ചിട്ടില്ല എന്ന് ഇവർ എത്ര പേര് പറയുന്നുണ്ട്? എനിക്ക് ഒരു ആലോചനയൊന്നുമില്ലേ, എന്നെ കുറിച്ച് നല്ല ചിന്തകളൊന്നുമില്ല ദൈവത്തിന്, മനുഷ്യർക്കും ഒന്നും. അങ്ങനെ ഇരിക്കുന്നവരോട് പറയാ അതൊരു നല്ല സ്ഥലമാണ്. ഒരു കണ്ണും കാണാത്തത് അപ്പോഴാ, ഒരു ചെവിയും കേൾക്കാത്തത് നിനക്ക് വേണ്ടി അപ്പോഴാ, ഒരു മനസ്സ് ഇതുവരെ നിനക്ക് വേണ്ടി ഗ്രഹിക്കാത്തത് അപ്പോഴാ പരിശുദ്ധാത്മാവിനാൽ കർത്താവ് വെളിപ്പെടുത്തി തരുന്നത്. ഇന്ന് ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞിരിക്കരുത്. നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഡിയർ ലവേഴ്സ് എന്നേ കർത്താവ് ഇന്ന് പറഞ്ഞുള്ളൂ, ഡിയർ ഹേറ്റേഴ്സ് എന്ന് പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വചനം ഹേറ്റേഴ്സിനല്ല. ഈ വചനം കേൾക്കുവാണെങ്കിൽ അകത്ത് ഇച്ചിരി ഹെയ്റ്റ് ഉണ്ടെങ്കിലും ഇച്ചിരി വിഷമങ്ങളും വെറുപ്പും ഒക്കെ ഉണ്ടെങ്കിലും അതിലും സൗഖ്യമാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനകത്ത് പറയാ, ഗ്രേസ് ടു ഓൾ ഹു ലവ് our Lord Jesus Christ with an undying love. നമുക്ക് എല്ലാവർക്കും അറിയാം കർത്താവിന്റെ കൃപയാലാണ്
നമുക്ക് ദൈവത്തെയും യേശുവിനെയൊക്കെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അവന്റെ സഹായം നമുക്ക് വേണം. യേശു വിളിച്ചപ്പോൾ യേശു നമുക്ക് കൃപ തന്നു. എന്തിനാ? രക്ഷ ഏറ്റെടുക്കാൻ മാത്രമല്ല, സൗഖ്യം ഏറ്റെടുക്കാൻ മാത്രമല്ല, ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞ് യേശുവിനെ തിരികെ സ്നേഹിക്കുവാൻ കർത്താവ് കൃപ തന്നു. എന്നാൽ ഇത് പറയുന്നത് അവരോടല്ല, ആ കൃപ ഏറ്റെടുത്ത് ആ കൃപയെ ഉപയോഗിച്ചവരോടാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ കൃപ ഉപയോഗിച്ചവരെ കർത്താവ് ഒന്നും കൂടെ വിളിക്കുക. പ്രൈസ് ദി ലോർഡ്. ഏറ്റെടുത്തു, അനുഗ്രഹം ഏറ്റെടുത്തു, വിടുതൽ ഏറ്റെടുത്തു, കൃപ ഏറ്റെടുത്തു, അതൊക്കെ തിരിച്ച് യേശുവിന്റെ അടുക്കെ കൊണ്ടുവന്ന് മുട്ടുമടക്കി. പ്രൈസ് ദി ലോർഡ്. തിരികെ വന്നവനെ യേശു ഒന്നുകൂടെ വിളിച്ചിട്ട് പറയാ, എന്നെ അങ്ങനെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ വേറൊരു ലെവലിലേക്ക് അവരെ കൊണ്ടുവരാൻ പോവുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഗ്രേസ്, ഹല്ലേലൂയ. അടുത്ത ലെവലിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള ഒരു കൃപ ആ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് കൊടുക്കുകയാണെന്ന്. ഓ ഹല്ലേലൂയ. അതാ ഞാൻ പറയുന്നത്, ഇറ്റ് ഈസ് എ ലെറ്റർ ടു ദ ലവേഴ്സ്. ഓൾറെഡി സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ലെറ്റർ അത്. ഹല്ലേലൂയ. നമ്മൾ പലരും കർത്താവിന്റെ അനുഗ്രഹങ്ങളൊക്കെ ഏറ്റെടുത്ത് തിരികെ വന്നില്ല സ്നേഹിക്കാൻ. ഇന്ന് തിരികെ വരേണ്ട ദിവസമാ, എന്നാൽ അതിൻ്റെ അകത്താ ദൂത് കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ വചനം നോക്കുമ്പോൾ എലൈജ ആയിക്കോട്ടെ, അവൻ ഡിപ്രഷനിൽ കൂടെ പോയി. എന്തുകൊണ്ടാ? ദൈവത്തെ സ്നേഹിച്ചതിനും മനുഷ്യനെ സ്നേഹിച്ചതിനും വേണ്ടി എതിരെ വന്ന ഒരു പോരാട്ടമായിരുന്നു ആ ഡിപ്രഷന്റെ കാരണം. വേറെ 7000 പേരുണ്ടായിരുന്നിട്ടും കർത്താവ് എലൈജാനെ തന്നെ തിരികെ, ഡിയർ എലൈജ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ ചില ബാറ്റിലിൻ്റെ അകത്തൊക്കെ പെട്ടുപോകും, ചിലപ്പോൾ അതിലൊക്കെ തോൽവിയായി പോയെന്ന് ഓർത്തും, ചിലപ്പോൾ തോൽത്ത് കിടക്കുകയായിരിക്കും. എന്നാലും കർത്താവ് അവന്റെ പ്ലാൻ നിന്നെ മാറ്റി വെക്കുന്നില്ല. അവനറിയാം നിന്റെ അകത്തൊരു സ്നേഹമുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലത്ത് അവനറിയാം, ഹല്ലേലൂയ, ഒരു സ്നേഹം നിന്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ ബാറ്റിലിൽ കയറിയത്. ഓ സ്തോത്രം. ചില പോരാട്ടത്തിൽ കയറിയത് നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ ആ യേശു പുതിയൊരു ലെവൽ ഓഫ് അനോയിന്റിംഗിലേക്ക് ആ ബാറ്റിലിന്റെ പുറത്തു വരാൻ വേണ്ടി ഒരു കൃപ തരാൻ പോകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തുകൊണ്ടാ പൗലോസ് തോൺ, ഒരു മുള്ള് അവനെ കുത്തിക്കൊണ്ടിരുന്നത്? യേശുവിനെ സ്നേഹിച്ചത് കൊണ്ടാ ആ പോരാട്ടം വന്നത്. യേശുവിനെ സ്നേഹിക്കാത്തവന്റെ പുറകെ തോണ്ടിക്കൊണ്ട് പിശാച് വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ സ്നേഹിക്കുന്നവരെ പിശാച് വിടുവിപ്പിക്കാൻ നോക്കത്തില്ല, യേശുവിനെ സ്നേഹിക്കുന്നവരെ പിടിച്ചു വെക്കാൻ നോക്കും. ഹല്ലേലൂയ. എന്നാണ് സുവിശേഷത്തിൽ പറയാ, എന്റെ കൃപ മതി, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. പ്രൈസ് ദി ലോർഡ്. ഡിയർ പോൾ, ഹല്ലേലൂയ, ഡിയർ പോൾ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കേട്ടില്ല. എന്നാ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പിന്നെയും കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്നു. ഡിയർ പോൾ, പ്രാർത്ഥന കേൾക്കാത്തപ്പോഴും ആരാധിക്കുന്നവനെ ഡിയർ ഡിയർ ഡിയർ. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ അറ്റാക്ക് ചെയ്തു. അവൻ കർത്താവിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. എന്നാലും കർത്താവിനറിയാം അവന്റെ അകത്ത് എൻ്റെ ഒരു സ്നേഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നേരത്തെ കണ്ടു ഇവൻ ക്രൂശിൽ മറിഞ്ഞു കിടന്ന എനിക്ക് വേണ്ടി മരിക്കാൻ പോകുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഡിയർ പീറ്റർ, ഐ ഹാവ് പ്രേഡ് ഫോർ യു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പിശാചിന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിപ്പിക്കുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളെല്ലാം ഡൗട്ടിങ് തോമസ് എന്ന് പറയുമ്പോഴും കർത്താവ് ഡിയർ തോമസിനായിട്ട് 10 ദിവസം കഴിഞ്ഞപ്പോൾ വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ 10 ദിവസം സംശയിച്ചിരിക്കുകയായിരുന്നായിരിക്കും, ഡിയർ തോമസ്, കർത്താവ് ഇവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. കർത്താവിനറിയാം അവന്റെ അകത്ത് കർത്താവിന് വേണ്ടി ഇന്ത്യയിലേക്ക് പോകുവാൻ വേണ്ടി ഒരു കൃപയുണ്ട്. എവിടെ വേണേലും ആർക്കും പോകാൻ ഇഷ്ടമില്ലാത്തടത്ത് പോകുന്നവനാ തോമ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു സ്നേഹമുണ്ട്. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, ഡിയർ തോമസ്, ഹല്ലേലൂയ. അപ്പൊ സ്നേഹിക്കുന്നവരെ അടുത്ത ലെവലിലേക്ക് ഉയർത്തുന്ന ദൈവമാ. ഗ്രേസ്, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കൃപയിലേക്ക് കർത്താവ് നമ്മളെ ഈ നാളുകളിൽ കൊണ്ടുപോകാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിലപ്പോൾ ചിലവരെയൊക്കെ നോക്കുമ്പോൾ, ഓ ഇവർക്ക് എന്ത് ഈസിയാ, കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ പോകുന്നു, കാര്യങ്ങളൊക്കെ നടത്തി വിചാരിച്ചതിനെക്കാട്ട് നന്നായിട്ട് പോകുന്നു. ഞാൻ എൻ്റെ ഈ പ്രശ്നത്തില്, നിന്റെ പ്രശ്നത്തിന് ഒരു ഇറ്റേണൽ കോൺസിക്വൻസ് ഉണ്ട്. നീ പോകുന്ന പ്രശ്നത്തിൻ്റെ അകത്തുനിന്ന് പുറത്തു വരുമ്പോൾ സ്വർഗത്തിൽ ഏതാണ്ട് സംഭവിക്കും.
Praise the Lord. Hallelujah. അതുകൊണ്ടാണ് നീ ചില പ്രശ്നങ്ങൾക്ക് കൂടെ പോകുന്നത്. Praise the Lord. Hallelujah. നീ പോയിട്ട് തിരിച്ചു വരുമ്പോൾ സ്വർഗത്തിൽ ഏതാണ്ട് സംഭവിക്കുക. Praise the Lord. ആത്മീയ മണ്ഡലത്തിൽ ഏതാണ്ട് റിലീസ് വരിക. Praise the Lord. ഏതാണ്ട് വിടുതൽ വരിക, ഏതാണ്ട് അഭിഷേകം വരിക. Praise the Lord. അതുകൊണ്ടാണ് നിനക്ക് ഇച്ചിരി കൂടെ കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. Praise the Lord. എത്ര പേര് വിശ്വസിക്കുന്നു? പത്രോസ് വിടിവിച്ചപ്പോൾ ഒരു പെന്തക്കോസ്തായിക്ക് തുടക്കം കുറിച്ചു. Praise the Lord. Hallelujah. തോമസ് ലിയായെ വിടിവിച്ചപ്പോൾ ഇന്ത്യൻ രാജ്യത്തിലേക്ക് ഒരു തുടക്കം കുറിച്ചു. അതുകൊണ്ടാണ് ചില ബന്ധനങ്ങൾ, ചില പോരാട്ടങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ. പക്ഷെ അതിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഒരു ഇറ്റേണൽ കോൺസിക്വൻസ്. Hallelujah. Praise the Lord. Hallelujah. Amen. കർത്താവ് ഇന്ന് ചിലവരെ തിരിച്ചു വിളിച്ച് ഒരു പ്രത്യേക അഭിഷേകം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേര് അത് വിശ്വസിക്കുന്നു? ഇന്ന് കർത്താവ് അവനെ ഡ്രോ ചെയ്യുക നമ്മളെ. ഹല്ലേലൂയ. ആമേൻ. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം പഴയ നിയമത്തിൽ നിന്ന്. 1 ദിനവൃത്താന്തം 28:4 വാക്യം. പഴയ നിയമത്തിൽ നിന്ന് ദാവീദിനെ ഒന്ന് നോക്കാം. 1 Chronicles 28:4. എന്നിരുന്നാലും ഇസ്രായേലിന്റെ ദൈവം ഇസ്രായേൽ എന്നേക്കും രാജാവായിരിക്കേണ്ടതിന് എൻ്റെ സകല കുലത്തിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്തു. അവൻ നേതൃസ്ഥാനത്തേക്ക് യഹൂദ ഗോത്രത്തെയും ആ ഗോത്രത്തിൽ വെച്ച് എൻ്റെ ഭവനത്തെയും തിരഞ്ഞെടുത്തു. കൂടാതെ എൻ്റെ പിതാവിൻ്റെ മക്കളിൽ വെച്ച് എന്നെ സകല ഇസ്രായേലിനും രാജാവാക്കുന്നതിന് പ്രസാദിക്കുകയും ചെയ്തു. ആമേൻ. പ്രസാദിച്ചു. ഇംഗ്ലീഷിൽ എനിക്ക് ആ വാക്ക് ഇഷ്ടമാണ്. He made me king over Israel because he liked me. Praise the Lord. ലോകത്തെ കർത്താവ് സ്നേഹിക്കുന്നു, സഭയെ കർത്താവ് സ്നേഹിക്കുന്നു. എന്നാൽ കർത്താവ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. He liked me. Praise the Lord. Hallelujah. Praise the Lord. ഈ കൃപ ഉപയോഗിച്ച യേശുവിനെ തിരിച്ച് സ്നേഹിക്കുന്നവരെ ദൈവം സ്നേഹിക്കുക മാത്രമല്ല, ദൈവം ഇഷ്ടപ്പെടുന്നു. He liked me. നിങ്ങൾ എന്നെ വിശ്വസിക്കത്തില്ലേ? എന്നാ ഫേസ്ബുക്കിൽ നോക്കിയാൽ മതി, എത്ര ലൈക്കാ എന്ന് പറഞ്ഞാല് വചനമടിസ്ഥാനത്തിൽ സ്നേഹത്തെക്കാട്ടും കൂടുതൽ മുൻഗണന ലൈക്കിന. പ്രൈസ് ദി ലോർഡ്. ചിലവരെ കർത്താവ് ഇഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവം നമ്മളെ സ്നേഹിക്കാൻ മാത്രമല്ല, ദൈവം നമ്മളെ ഇഷ്ടപ്പെടാൻ വിളിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 2 പറഞ്ഞു, എല്ലാവരും യേശുവിനെ വിശ്വസിച്ചു. പക്ഷെ യേശു എല്ലാവരെയും വിശ്വസിച്ചില്ല. അവന്റെ ഹൃദയം അറിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും യേശു സ്നേഹിച്ചു. പക്ഷെ യേശു ട്രസ്റ്റ് ചെയ്യുന്നത് കുറച്ചു പേരേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഇന്ന് സ്നേഹം മാത്രം പോരാ, കർത്താവ് നമ്മളെ ട്രസ്റ്റ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രാർത്ഥന ഏതാ? പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഏതാ? കർത്താവേ, സ്നേഹം മാത്രം പോരാ, ഐ വാണ്ട് യു ടു ട്രസ്റ്റ് മീ. ദാവീദിനെ സ്നേഹിക്കുക മാത്രമല്ല, കർത്താവ് ദാവീദിനെ ട്രസ്റ്റ് ചെയ്തു. ഹി ലൈക്ഡ് ഹിം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ സ്നേഹിക്കുന്നവരെ യേശു ട്രസ്റ്റ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അവരോടൊരു പ്രത്യേക വിശ്വാസം യേശുവിനുണ്ട്. എത്ര പേര് അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ദാവീദ് പറയാ, ഹി ലൈക്ഡ് മീ. ബാക്കി പലരും ഉണ്ടായിരുന്നു, എന്നെക്കാട്ടും മേന്മയുള്ളവരുണ്ടായിരുന്നു, എന്നെക്കാട്ടും മിടുക്കരായിട്ടുണ്ടായിരുന്നു, എന്നെക്കാട്ടും ഇഷ്ടമുള്ളവര് ലോക പശ്ചാത്തലത്തിൽ നോക്കുവാണെങ്കിൽ എന്നെക്കാട്ടും വലിയവരുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ വൈ ഹി മേഡ് ദിസ് ക്രേസി ഡിസിഷൻ. ഈ ആർക്കും മനസ്സിലാകാത്ത ഈ മണ്ടത്തരമായ തീരുമാനം എന്തുകൊണ്ട് എടുത്തെന്നറിയത്തില്ല. എന്നിട്ട് ദാവീദ് പറയും, ഇപ്പൊ മനസ്സിലായി, ഹി ലൈക്ഡ് മീ. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ പോരായ്മയുള്ള എന്തോ തിരഞ്ഞെടുത്തു. ഹി ലൈക്ഡ് മീ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഏതാണ്ട് കൂടുതൽ ഹല്ലേലൂയ ദൈവത്തിനായിട്ട് നമ്മുടെ അകത്തുണ്ടായിരുന്നത് ദൈവം മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാരും നോക്കുമ്പോ മത്തായിസ് യേശു ശുശ്രൂഷ തുടങ്ങിയപ്പം മുതൽ റിസറക്ഷൻ വരെ മത്തായിസ് ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാ ഈ ക്രേസി പോളിനെ ദൈവം തെരഞ്ഞെടുത്തു? പ്രൈസ് ദി ലോർഡ്. because he liked him.
സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കാനാലെ കല്യാണം കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. യേശു ക്രൂശിലായിരുന്നപ്പോൾ ആ പ്രദേശത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ എന്നൊരു ദൂത് തന്ന് ഓർക്കുന്നുണ്ടോ? ആദ്യം അന്ത്യനാകും, അന്ത്യൻ ആദ്യമാകും. പ്രൈസ് ദി ഫസ്റ്റ് ഷാൽ ബി ദി ലാസ്റ്റ് ആൻഡ് ദി ലാസ്റ്റ് ഷാൽ ബി ദി ഫസ്റ്റ്. Because he like you. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ അവൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് പിന്നി കിടക്കുന്നവനെ മുന്നിൽ കൊണ്ടുവരും. Praise the Lord. ഇന്ന് പകൽക്കാലത്തും some of you are behind. He will bring you forward under the anointing of God. Hallelujah. Amen. അതൊരു സ്പിരിച്വൽ ലെവലാണ്. A level where God is saying, ലോകത്തെ ഞാൻ സ്നേഹിക്കുന്നു, എന്നാൽ അതിലെ ചിലരെ ഞാൻ ഇഷ്ടപ്പെടുന്നു. എല്ലാ ദേശങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നു, എന്നാൽ ഇസ്രായേലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. Praise the Lord. Hallelujah. Amen. സഭയിലെ എല്ലാവർക്കും എൻ്റെ സ്നേഹം ഫ്രീയാ, പക്ഷെ എൻ്റെ ഇഷ്ടം അതിനൊരു പ്രൈസ് ഉണ്ട്. Praise the Lord. Hallelujah. ജീവിതം എൻ്റെ മുൻപാകെ സമർപ്പിച്ച് അകത്തൊരു ജെനുവിനിറ്റി ഉള്ളവര്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഒരു പ്രിറ്റൻസും ഇല്ലാതെ ഒരു കൺട്രോളും ഇല്ലാതെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നവരെ ഐ ലൈക്ക് ഹിം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേര് പറയുന്നു, കർത്താവേ, ഐ വാണ്ട് ടു ബി ലൈക്ഡ് ബൈ യു. A special love. Hallelujah. അതിൻ്റെ അകത്തൊരു സ്പെഷ്യൽ ഗ്രോത്താ. ആണുങ്ങളെല്ലാം നിൽക്കുമ്പോൾ ഡെബ്രാനെ കർത്താവ് തെരഞ്ഞെടുത്തു, ഒരു പെണ്ണിനെ. He liked her. കാത്രീൻ കുൽമൻ ചോദിച്ചു, ഇത്രയും ദൈവ ആണുങ്ങളുള്ളപ്പോൾ എന്നെ എന്തിന് തെരഞ്ഞെടുത്തു? ആണുങ്ങൾ ലോകത്തിന്റെ മുമ്പാകെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് സമർപ്പിക്കാൻ ആണുങ്ങളെ ഞാൻ കണ്ടില്ല, ഒരു പെണ്ണിനെ കണ്ടുള്ളൂ. ഐ ലൈക്ക് യു. സ്തോത്രം, 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 സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. പെണ്ണുങ്ങൾക്ക് സന്തോഷമില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിനെ നോക്കിക്കേ. ഈ ഒരു കൃപ വന്നപ്പോൾ ദാവീദ് അവനെ ആരൊക്കെ എതിർത്തിരുന്നോ, ഏതൊക്കെ ശത്രുക്കൾ അവൻ്റെ മുമ്പിൽ വന്നോ, അതിൻ്റെയൊക്കെ എബാവുമായിട്ട് കർത്താവ് ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എത്ര പേരുണ്ട് ചില ശത്രുക്കളായിട്ട് കഴിഞ്ഞ നാളുകളിലെല്ലാം പോരാടിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ചില ശത്രുക്കൾ നേർക്ക് നേരെ നിന്നു. ഇന്ന് അതിൻ്റെ ലെവല് മാറാൻ പോവുക, നിന്റെ ലെവല് മാറാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ പിശാച് ഇങ്ങനെ നോക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇനി ആർക്കെങ്കിലും പിശാചിനെ കാണണമെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് താഴോട്ടൊന്ന് നോക്കിയാൽ മതി. കാലിൻ്റെ അടിയിലുണ്ട്. Praise the Lord. Hallelujah. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നു എൻ്റെ മേൽതിരെ വന്ന പിശാചുകള്, കടബാധിതകള്, രോഗങ്ങള്, ശാപങ്ങള്, ബന്ധനങ്ങള്, മരണത്തിന്റെ ആകുലതകള്, ഭയത്തിന്റെ പോരുകള് എല്ലാം എൻ്റെ കാലിന്റെ അടിയിലുള്ള പകലാണെന്ന് വിശ്വസിക്കുന്നവർ കൈയടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. All the honor. We give you praise. If we give you glory, give you honor. ദാവീദ് പറഞ്ഞ പോലെ ഈ വചനം കേൾക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയണം, he liked me. അവൻ എന്നെ പ്രസാദിച്ചു. ഹല്ലേലൂയ. നമ്മൾ തന്നെ പ്രവചിച്ചുകൊണ്ടിരിക്കണം. ദാവീദ് അതാ പറഞ്ഞത്, he liked me. Praise the Lord. ഹല്ലേലൂയ. ദാവീദിനെ കർത്താവ് തിരഞ്ഞെടുത്തു. ഇതുവരെ കാണാത്ത ഒരു രാജ്യത്തിലേക്ക് കർത്താവ് അവനെ ഉയർത്തി. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, ലാസറസിനെ ദൈവം യേശു സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ അത്ഭുതം കൊടുത്തു. യേശു സ്നേഹിക്കുന്നതുകൊണ്ട് യേശു ആർക്ക് വേണേലും അത്ഭുതം കൊടുക്കും. പക്ഷേ മറിയനെ അവൻ ഇഷ്ടപ്പെട്ടു. മറിയ ആരാധിച്ചപ്പോൾ ആ ഭവനം മുഴുവനും ദൈവത്തിൻ്റെ നിർമ്മലമായൊരു മണം. സ്തോത്രം. ഒരാരാധനയുടെ മണം. ഹല്ലേലൂയ. യൂഡസ് ചോദിച്ചു, വാട്ട് എ വേസ്റ്റ്. യേശു ചോദിച്ചു, വാട്ട് എ വർഷിപ്പ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യേശു ഇഷ്ടപ്പെടുന്നവരുടെ അകത്തുള്ള ഒരു ആരാധനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു നിർമ്മലമായിട്ടുള്ള ഒരു മണം വരും. പ്രൈസ് ദി ലോർഡ്. He liked me.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹെബ്രായർ 10:35 വായിക്കുമ്പോൾ പറയുന്നത്, ഡോണ്ട് ത്രോ അവേ യുവർ കോൺഫിഡൻസ്. നിന്റെ കോൺഫിഡൻസ്, ധൈര്യം എറിഞ്ഞു കളയരുത്. ഹി ലൈക്സ് യു. ഹല്ലേലൂയ. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാ. നമുക്ക് ദൈവം തന്ന ധൈര്യം എറിഞ്ഞു കളയല്ല. ഇന്നും ധൈര്യമില്ലാതെ ഇരിക്കരുത്. ധൈര്യമായിട്ടിരുന്നു. ദൈവത്തിന്റെ ദാസൻ ദൂതയച്ചിട്ടുണ്ട്, ധൈര്യമായിട്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ധൈര്യമായിട്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവദാസന്മാര് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ധൈര്യമായിട്ടിരുന്നു. പോരാഞ്ഞിട്ട് മാലാഖമാർ ഓടി നടക്കുക. പ്രൈസ് ദി ലോർഡ്. ധൈര്യമായിട്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഡോണ്ട് ത്രോ അവേ. നമുക്ക് പറയാം, ധൈര്യമായിട്ടിരുന്നോ. ഡോണ്ട് ത്രോ അവേ യുവർ ഫാമിലി ലൈഫ്. കുടുംബജീവിതം ത്രോ ചെയ്യരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ആരാണ്ടോട് കർത്താവ് പറയാം, കുടുംബജീവിതം ത്രോ ചെയ്ത് കളയല്ലേ. എൻ്റെ അടുത്ത് ധൈര്യമായിട്ടിരുന്നോ. ഈ കടബാധ്യതയിൽ മനസ്സ് ത്രോ ചെയ്ത് കളയരുത്. ധൈര്യമായിട്ടിരുന്നോ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ആ പറഞ്ഞ കേൾക്കാത്ത മോനെ പറ്റി അവനെ ഇനി തള്ളിക്കളയല്ല. ധൈര്യമായിട്ടിരുന്നു. അവൻ തിരികെ വരുന്ന ഓ റബലധര ജരാധനമന തുടന്തല ബലാധര സന്ദര ദിവലബല ബല ധാരിയട ദുരാധലമ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. He loves everybody, but he likes certain people. Hallelujah. എത്ര പേര് അത് വിശ്വസിക്കുന്നു? ദാവീദിനെ എല്ലാവരുടെയും നടുവിൽ നിന്ന് കർത്താവ് തെരഞ്ഞെടുത്തു. ചിലവർ പറയത്തില്ലേ, കഴിഞ്ഞ പ്രാവശ്യം കല്യാണത്തിന് എല്ലാം റെഡിയായതാ, വീട്ടിൽ വന്ന് കണ്ടു, പക്ഷെ എന്നെ ഇഷ്ടപ്പെട്ടില്ല. അടുത്ത പ്രാവശ്യം ചെറുക്കൻ കാണാൻ വരുമ്പം ഹി വിൽ ലൈക്ക് യു. ഈ ഒരു കൃപ വരെ ഉള്ളപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വരനാണെങ്കിൽ വധുവാണെങ്കിൽ നിന്നെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം. സ്തോത്രം. ഈ അഭിഷേകത്തിന്റെ അകത്ത് വരുമ്പോൾ ഇതുവരെ ഇഷ്ടമില്ലാത്തവര് നമ്മളെ ഇഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, നിനക്കെതിരെ നിൽക്കുന്ന ശത്രുക്കൾക്ക് വരെ ദാവീദിനോടൊരു ഇഷ്ടമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിനക്കെതിരെ പറയുന്നവരോട് പോലും അവർക്ക് നിന്നെ കാണുമ്പോൾ ഒരു ഇഷ്ടമാണ്. പ്രൈസ്. നിന്റെ ഒച്ച കേൾക്കുമ്പോൾ ഇറിറ്റേഷനാ. ചിലപ്പോൾ നമ്മൾ പറയുന്ന ചില കാര്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, എന്നാലും നമ്മളോടൊരു ഇഷ്ടം. അത് പ്രൈസ് ദി ലോർഡ്, അതൊരു അഭിഷേകമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ദേവദാസന്റെ മേലുള്ള, നമ്മുടെ ദേവദാസനെ കണ്ട ആർക്കും ഒന്ന് ഇഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. അത് അഭിഷേകമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളല്ലാതെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി ക്ലാസ്സിലൊന്നും പോകുന്ന പരിപാടിയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതൊരു അഭിഷേകമാണ്. പ്രൈസ് ദി ലോർഡ്. ആർക്ക് കണ്ടാലും ഓ സ്തോത്രം. ഒരു പകർച്ച നടക്കുക അതിന്റെ. ആ അഭിഷേകത്തിന്റെ ഒരു പകർച്ച ഇന്ന് പകൽക്കാലം നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നു. ഗ്ലോറി. ഓ ആരാധിച്ചു. ഹല്ലേലൂയ. Victory by the blood of Jesus. Hallelujah. Amen. ദാവീദിനെ കാണുന്നത് ഒരു ഇഷ്ടമായിരുന്നു. Praise the Lord. ദാവീദിന്റെ കൂടെ വന്നവരെയൊക്കെ നോക്കിക്കേ. ദാവീദിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നവരാ, എതിർത്തോണ്ടിരുന്നവരാ ദാവീദിന്റെ കൂടെ കൂടിയത്. സാവൂളിന്റെ കൂടെ എതിർത്തോണ്ടിരുന്നവരൊക്കെ സാവൂള് നോക്കുമ്പോ ഇപ്പൊ ദാവീദിന്റെ കൂട്ടത്തില. ദാവീദിനോടൊരു ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദിവാരാധന ജരാധന. Thank you Jesus. 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 ഒരു കാര്യവുമില്ലാതെ ദാവീദിനെ എതിർത്ത അത് എത്ര പേര് അങ്ങനെ പോയിട്ടുണ്ട്? നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവരാ. ദാവീദ് ഒരിക്കൽ ഏറ്റവും സ്നേഹിച്ച് ഒരിക്കൽ അവർക്ക് വേണ്ടി പോരാടി അവര് ദാവീദ് സാവൂളിന്റെ കൂടെ നിന്ന് ദാവീദിനെ ഒരു കാര്യവും ഇല്ലാതെ എതിർത്തോണ്ടിരിക്കുക. അതൊരു ബന്ധനമാണെങ്കിൽ ഇതൊരു അഭിഷേകമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനത്തെ ബന്ധനങ്ങൾ പൊട്ടിക്കുന്ന അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. റൂഡാ രാജ. Victory by the blood of Jesus. Amen.
ഇത് നല്ലൊരു അഭിഷേകമാണ്. ഭാര്യമാർ പറയുമ്പോൾ എൻ്റെ ചേട്ടൻ എന്നെ നോക്കിയ ഒരു ഇഷ്ടമില്ല, ഈ അഭിഷേകം മതി, നിന്നെ മാത്രമേ ഇനി നോക്കുകയുള്ളൂ. വിശ്വാസമില്ലേ? എന്നാലും ആമേൻ പറഞ്ഞേക്ക്. ഇതൊരു അഭിഷേകം. വേറെ ആരെയും നോക്കാൻ തോന്നത്തില്ല, വേറെ ആരെ സ്നേഹിക്കാൻ തോന്നത്തില്ല. എൻ്റെ ഭാര്യനെ കാണുമ്പോൾ ഏറ്റവും ഉത്തമ ഭാര്യയായിട്ട് തോന്നുന്നില്ലേലും തോന്നിപ്പോവും. അതൊരു അഭിഷേകമാണ്. ഞാൻ തമാശ പറയുന്നതല്ല. ഹല്ലേലൂയ. Blessed be the name of the Lord. Thank you, Jesus. ചാക്കോച്ച, അനുഭവത്തിൽ നിന്നാണോ പറയുന്നത്? ആയിരിക്കാം. ആയിരിക്കാം എന്നേ പറഞ്ഞുള്ളൂ. ഈ ഒരു അനോയിന്റിങ് വരുമ്പോൾ ബോസിന് നമ്മളെ ഇഷ്ടപ്പെടും. ആവശ്യമില്ലാത്ത അനുഗ്രഹങ്ങളും പേർക്സും എല്ലാം നമുക്ക് തരും. ഇന്ന് അങ്ങനെ ആഗ്രഹമുള്ളവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. യു ഹാവ് ടു ഹാവ് എ ഫേവർ ഫ്രം യുവർ ബോസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജോലി സ്ഥലത്ത് നിനക്കൊരു ഫേവർ ആവശ്യമാണ്. ഹല്ലേലൂയ. അത് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. Blessed be the name of the Lord. He can't ignore you. Hallelujah. People will not be able to ignore you. നിന്നെ തള്ളിക്കളയാൻ പറ്റത്തില്ല, നിന്നെ ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. Glory to God. Hallelujah. Amen. Blessed be the name of the Lord. Hallelujah. നമ്മൾ നോക്കുമ്പോൾ അൺബിലീവേഴ്സ് ആർ ഡൂയിങ് വെൽ ഇൻ ബിസിനസ്. യേശുവിനെ ഇഷ്ടപ്പെടാത്തവരൊക്കെ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ ഈ അനോയിന്റിങ്ങിന്റെ അടി വരാത്തോണ്ടാ. ഈ അനോയിന്റിങ്ങിന്റെ അടി വരുമ്പോൾ ബിസിനസ്സുകൾ നന്നാകും. പ്രൈസ് ദി ലോർഡ്. ബിസിനസ് കോണ്ടാക്ട്സുകൾ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ബിസിനസ് ഓപ്പണിംഗ്സ് വരും. പ്രൈസ് ദി ലോർഡ്. ഇല്ലാത്ത വഴികൾ തുറന്നു വരും. ഗ്ലോറി ടു ഗോഡ്. എക്സ്ട്രാ ഓർഡിനറി ഒരു അനുഭവമായിട്ട് മാറും. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നു? ഒന്ന് ഓർത്തു നോക്കിയേ. ഇത് ദാവീദിന്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ രാജാവിന്റെ ഭവനത്തിലേക്ക് ഫ്രീ എൻട്രിയാ. സാബൂളിൽ നിന്ന് എത്ര പേരിന്ന് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നീ യേശുവിനെ സ്നേഹിക്കുന്ന പൈതലാണെങ്കിൽ, യേശുവിനെ തന്നെ ഒന്ന് ഇഷ്ടപ്പെടുത്തി പോയാൽ നിനക്കൊരു ലിമിറ്റ് ഇല്ലാത്ത ഒരു ആക്സസ് കർത്താവ് തരും. ഹല്ലേലൂയ. ലിമിറ്റ്ലെസ് ആക്സസ്. ഹല്ലേലൂയ. ഗവൺമെന്റിലേക്ക്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ സ്നേഹിക്കുന്നവരുടെ അനുഗ്രഹങ്ങൾ ഇതെല്ലാം. ദൈവത്തിന്റെ മക്കളെ സ്നേഹിക്കുന്നവരുടെ അനുഗ്രഹങ്ങളാ. ദാവീദിനെ ഒന്ന് നോക്കിക്കൊടുത്ത്. ദാവീദിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ അതിനകത്ത് കണ്ടത്, ദാവീദ് ഒരു മിസ്റ്റേക്ക് ചെയ്തു. ഹി മേഡ് എ മിസ്റ്റേക്ക്. ബത്ശീബയായിട്ട് പാപം ചെയ്തു. ബത്ശീബയായിട്ട് കിടന്നുറങ്ങി. ഒരു പാപമാരോടുള്ള ബന്ധം. ഹല്ലേലൂയ. അവളുടെ ഭർത്താവ് യുറേയനെ കൊന്നുകളഞ്ഞു. നമ്മൾ ഓർക്കും ദാവീദിന്റെ കഴിഞ്ഞു, ദാവീദിന്റെ അനുഭവം പോയി, അഭിഷേകം പോയി, കാലം കഴിഞ്ഞെന്നൊക്കെ ഓർക്കുമ്പോഴും ദൈവം പുതിയ നിയമത്തിലെ കാട്ടിട്ട് പറയും, ഈസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ദൈവത്തെ സ്നേഹിക്കുന്നവരും മക്കളെയും സ്നേഹിക്കുന്നവര് ചിലപ്പോൾ അവരുടെ മിസ്റ്റേക്സ് പോലും കർത്താവ് ഓവർലുക്ക് ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നീ യേശുവിനെ സ്നേഹിച്ചോ? നിനക്ക് ആരോടും പറയാൻ പറ്റാത്ത ചില മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും യേശുവിന്റെ രക്തത്താൽ യേശു അത് ജയമെടുക്കും. ഹല്ലേലൂയ. നിനക്ക് നഷ്ടപ്പെടാത്ത പോലെ കർത്താവ് നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. He will overlook because hallelujah, he knew his heart. He had love for God, for Jesus. Amen. Hallelujah. Praise the Lord. എത്ര പേര് അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞ്, ആ വാക്ക് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് however എന്ന, എങ്കിലും എന്ന് പറഞ്ഞ ഇതിനു മുമ്പ് ഏതാണ്ട് സംഭവിച്ചു. എങ്കിലും മുമ്പേ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ കർത്താവ് പറയുന്ന കേൾക്കേണ്ടതായിരുന്നു, കേട്ടില്ല. എങ്കിലും ഞാൻ അനുസരിക്കേണ്ടതായിരുന്നു, എനിക്ക് പാളിച്ച പറ്റി. എങ്കിലും പ്രൈസ് ദി ലോർഡ്. ഞാൻ പാപം ചെയ്തു പോയി പാസ്റ്ററെ. എങ്കിലും നീ യേശുവിനേക്ക് ഹൃദയമുയർത്തി, യേശുവേ ഐ ലവ് യു മോർ ദാൻ ദീസ്. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഐ ഹാവ് എ ലവ്, എ പ്ലേസ് ഫോർ യു. ഹല്ലേലൂയ എന്ന് ദൈവം നിന്നെ മനസ്സിലാക്കിയാണെങ്കിൽ
However, എങ്കിലും ദൈവം അവൻ്റെ പദ്ധതിയിലും പ്ലാനിലേക്ക് നമ്മളെ ഏറ്റെടുക്കും. ഹല്ലേലൂയ. ദാവീദ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ വിച്ച് ക്രാഫ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, മന്ത്രവും ബാധയൊന്നും ഇല്ല. ദൈവമക്കളെ സ്നേഹിക്കുന്ന ദൈവമുള്ളപ്പോൾ, ഇഷ്ടപ്പെടുന്ന ദൈവമുള്ളപ്പോൾ സാവൂളിൻ്റെ കാലത്തുള്ള ബന്ധനങ്ങളോ കെട്ടുകളോ ഒന്നും അവിടെ വ്യാപരിച്ചില്ല. പ്രൈസലോ, പ്രൈസലോ. മന്ത്രവാദങ്ങളോ ആധിപത്യമോ മന്ത്രചരടുകളോ, പ്രൈസലോ, ഹല്ലേലൂയ, എതിർ പ്രാർത്ഥനകളോ, ഹല്ലേലൂയ, ഒന്നിനെ നീ ഭയപ്പെടേണ്ട. God likes you, hallelujah. അവന് നിന്നെ ഇഷ്ടമാണ്, hallelujah. Blessed be the name of the Lord. എന്തുകൊണ്ടാണ് ദാവീദിനെ ഇഷ്ടപ്പെട്ടത്? നമുക്കൊരു വാക്ക് വായിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. hallelujah, praise the Lord. Psalms 51 and the 16th verse. സങ്കീർത്തനം 51 16ാമത്തെ വാക്യം. Psalm 51 verse 16. എന്തുകൊണ്ടാണ് ദാവീദിനെ ദൈവം ഇഷ്ടപ്പെട്ടത്? അങ്ങ് ബലികളിൽ സന്തോഷിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനത് അർപ്പിക്കുമായിരുന്നു. ഹോമയാഗങ്ങളിൽ അങ്ങ് പ്രസാദിക്കുന്നതുമില്ല. ദൈവത്തിൻ്റെ ബലികൾ തകർന്ന ഒരു ഹൃദയമാകുന്നു. ദൈവം ഇഷ്ടപ്പെടുന്നത് എന്ത് ഹൃദയമാ? തകർന്ന ഹൃദയം. തകർന്ന ഹൃദയമാകുന്നു. തകർന്നതും നുറുക്കമുള്ളതുമായ ഹൃദയത്തെ അങ്ങ് ഉപേക്ഷിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദാവീദിന് മുമ്പുള്ള രാജാക്കന്മാര് ഒരു പാപം ചെയ്ത് കഴിയുമ്പോൾ യാഗങ്ങൾ കൊണ്ടുവന്ന് അർപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദാവീദോ ഒരു പാപം ചെയ്തപ്പോൾ ഞുറുങ്ങിയ ഹൃദയം കൊണ്ട് അർപ്പിച്ചു. ഓ, പ്രൈസ് ദി ലോർഡ്. ദൈവം എന്തുകൊണ്ടാണ് ദാവീദിനെ ഇഷ്ടപ്പെട്ടത്? ഹല്ലേലൂയ. ബിക്കോസ് ദാവീദ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ യാഗങ്ങളോ, ഹല്ലേലൂയ, കന്നുകാലികളോ ഒന്നുമല്ല, അവൻ്റെ ഹൃദയം തന്നെ അവിടെ ഏൽപ്പിച്ചുകൊണ്ട് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. He likes you because he knows that God, Jesus has the most important place in your heart. Hallelujah. Amen. Hallelujah. എത്ര പേര് ഇന്ന് പകൽക്കാലം കർത്താവിനെ ആരാധിച്ച് ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കും? Hallelujah. Praise the Lord. Hallelujah. എത്ര പേര് പറയും, എല്ലാത്തിനേക്കാട്ടും കൂടുതൽ ഞാൻ യേശുവെ അങ്ങേ സ്നേഹിക്കുന്നു. Praise the Lord. എൻ്റെ ഹൃദയത്തിൽ ഞാൻ തെറ്റ് ചെയ്ത് കാണും, പക്ഷേ അങ്ങയുടെ സ്ഥാനം മാറിയിട്ടില്ല. Praise the Lord. ഒരു മൊമെന്ററി ആയിട്ട് എനിക്ക് പാളിച്ച പറ്റി, ഞാൻ പറയാൻ പാടില്ലാത്തത് പറഞ്ഞു, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു, പക്ഷെ കർത്താവേ, ഐ ഗിവ് യു മൈ പ്ലേസ് ബാക്ക്. എൻ്റെ ഹൃദയം ഇറ്റ്സ് യോസ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഹി ഈസ് എ ഗോഡ് ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേരത് വിശ്വസിക്കുന്നു? പാസ്റ്റർ എപ്പോഴും പറയാറുണ്ട്, God does not anoint doctrine, he anoints the heart. ആമേൻ. നമ്മൾ ഡോക്ടറിനില് PhDയും ഹാർട്ടില് LKG ആയിപ്പോയി. പ്രൈസ് ദി ലോർഡ്. തിരിഞ്ഞാകണം. ഡോക്ടറിനില് LKG ആണെങ്കിലും ഹാർട്ട് PhDക്ക് ആണെങ്കിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. റാംഭാരാബ സന്ദരാദരാദ ദബരാദരേദരേദരേദരേ സന്ദരാദരാദരാദരാസ്. ഹല്ലേലൂയ. ആമേൻ. ഗ്രീക്ക് വാദത്തില് അഭിഷേകം എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് he anoints you with his character. ദൈവം അവന്റെ ക്യാരക്ടറും കൊണ്ടാണ് നമ്മളെ അനോയിന്റ് ചെയ്യുന്നത്. നമ്മുടെ ക്യാരക്ടറിനെയാണ് ദൈവം അനോയിന്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകലും ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറത്ത്, ദി അനോയിന്റഡ് വൺ, ഈ അഭിഷേകം നമ്മുടെ ക്യാരക്ടറിനെ തന്നെ മാറ്റും. ഹല്ലേലൂയ. നമ്മുടെ ക്യാരക്ടറാ മാറാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ആ അകത്തുള്ള മനുഷ്യനെ, പ്രൈസ് ദി ലോർഡ്, പ്രേരണയല്ല, പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയെ മേലെ കർത്താവിന്റെ കൃപ വ്യാപരിക്കാൻ പോവുക. ആ ശക്തി മാറിയിട്ട് ക്യാരക്ടറിന് ഒരു യേശുവിനെ പോലെ ചിന്തിക്കുന്ന ഒരു ക്യാരക്ടർ, ആ ഒരു മനോഭാവം കർത്താവ് തരാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മനോഭാവത്തെ ഇന്ന് അഭിഷേകം ചെയ്യാൻ പോവുക. യേശുവിലേക്ക് നോക്കുന്ന, യേശുവിനെ എല്ലാത്തിനും മുന്നേ വെക്കുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന ഒരു ക്യാരക്ടർ. ഹല്ലേലൂയ. ഐസായ ദാവീദിനെ കുറിച്ച് പറയുന്നത് റൂട്ട് ഫ്രം ഡേവിഡ് എന്ന, ദാവീദിന്റെ റൂട്ട് അല്ലേ?
ദാവീദിന്റെ റൂട്ടിൽ നിന്ന് വന്നെന്നാ പറയുന്നത്. See, God remembers him. He likes him. Even now നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ദാവീദ് he likes him. ഈ ദാവീദ് എന്ന് പറയുമ്പോൾ ദൈവത്തിനൊരു ഇഷ്ടമാണ്. ഇസ്രായേലിൽ പോയി നോക്കുവാണെങ്കിൽ പറയുന്നത് പല പ്രവാചകന്മാരുടെ പല ആൻസിസ്റ്റേഴ്സിന്റെ ഒക്കെ കല്ലറ ഇല്ലെങ്കിലും ദാവീദിന്റെ കല്ലറ സൂക്ഷിച്ചിട്ടുണ്ട്. Praise the Lord. Even today he likes him. God remembers him. ഈ ഒരു കൃപയ്ക്കകത്ത് വരുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പോലെ ഒരു സാക്ഷ്യം കർത്താവ് നമുക്ക് തരും. Praise the Lord. സ്വർഗ്ഗം ഒരിക്കലും മറക്കാത്ത, I want that. നിങ്ങൾ പറഞ്ഞ എനിക്കത് ആവശ്യമാണ്. സ്വർഗ്ഗം എന്നെ ഒരിക്കലും മറക്കാത്ത വിധത്തില് കർത്താവേ ഒരു സാക്ഷ്യത്തിനായിട്ട് എന്നെ ഉപയോഗിക്കണം കർത്താവേ. നമുക്ക് കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഇന്ന് പകൽ വാർത്തണം. ഹല്ലേലൂയ. He chose you because he loved you, but he gave you the revelations because he trusted you. Praise the Lord. Rabalabara sandara duradhanandara. നിന്നെ തെരഞ്ഞെടുത്തത് എല്ലാവരും തെരഞ്ഞെടുത്തു because God loved everyone. പക്ഷെ ചില വെളിപാടുകൾ, ചില ദൂതുകൾ, ചില പ്രവചന വഴികൾ അവനെ ആശ്രയിക്കുന്ന ദൈവമക്കൾക്ക് മാത്രം വെളിപ്പെടുത്തി. Secret of the Lord is with those who fear him. Hallelujah, സ്തോത്രം. ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചെന്ന് കൊടുക്കാം, ഹൃദയം ഏൽപ്പിച്ചെന്ന് കൊടുക്കാം. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ അങ്ങല്ലാതെ, അങ്ങയുടെ പേർപ്പസ് അല്ലാതെ, പദ്ധതി അല്ലാതെ വേറെ എന്തെങ്കിലും അറിയാതെ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു കർത്താവേ. അങ്ങയുടെ തിരുരക്തത്തിൽ എന്നെ കഴുകണം കർത്താവേ. I thank you that I've loved, but I want to be liked കർത്താവേ. അങ്ങ് എന്നെ ഇഷ്ടപ്പെടണം കർത്താവേ. എന്നെ വിശ്വസിച്ച് ചില കാര്യങ്ങൾ ഏൽപ്പിക്കണം കർത്താവേ. ഹല്ലേലൂയ. ഞാൻ അങ്ങേ